ഇപ്പോൾ എം മുകേഷ് കൊല്ലത്ത് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം സംസാരിക്കുന്നു. കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഒന്നൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു ഫലം കഴിഞ്ഞ പ്രാവശ്യം ഗംഭീരമായിട്ട് കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം കിട്ടി. ഇപ്രാവശ്യവും അതുതന്നെയാണ് എന്നാണ് നമുക്ക് ഇതുവരെയായിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വികസന വിഷയങ്ങൾ മാത്രമായിരിക്കുമോ ചർച്ച ചെയ്തത്? എല്ലാ ഇലക്ഷനും വികസന വിഷയങ്ങളില്ലെങ്കിൽ വട്ടപൂജ്യമാണ്. അല്ല പിന്നെ എന്തിനാണ് ഭരിക്കുന്നത്? കോർപ്പറേഷൻ ആയാലും ഗവൺമെൻറ് ആയാലും ഏറ്റവും സാധാരണക്കാർക്ക് വികസന ക്ഷേമ പ്രവർത്തനങ്ങളും അവർ എത്തിയില്ലെങ്കിൽ അവർ റിയാക്ട് ചെയ്യും. അപ്പോൾ ആ റിയാക്ഷനാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്. ഇപ്രാവശ്യം അത് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട വിധി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ, എന്താണ് അതിനോടുള്ളത്? വിധി എന്ന് പറഞ്ഞാൽ വിധി പകർപ്പ് കിട്ടില്ലല്ലോ. അതനുസരിച്ച് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു കുറ്റവിമുക്തനാക്കി അത് കോടതി വിധിയല്ലേ, അത് നമ്മളെല്ലാം കണ്ടു. അതൊന്നും ഇപ്പോൾ പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല. അതെല്ലാം വ്യക്തമായിട്ട് ഗവൺമെന്റും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. അത് എന്നെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. ഉന്നയിച്ചോട്ടെ, അതൊക്കെ ഞാൻ സിനിമാ സംഘടനയിൽ ഇപ്പം ഒരു മെമ്പർ മാത്രമാണ്. ഞാൻ അതിനകത്ത് ഒരു ഭാരവാഹിയല്ല, പ്രധാന ഭാരവാഹികളൊന്നും അല്ല. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ തീരുമാനം എന്താണോ അതിനാണല്ലോ അവരെ എലക്ട് ചെയ്തത്. അവർ പറയട്ടെ. ഈ വിധിയിൽ നിരാശയുണ്ടോ? ഞാൻ ചിരിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വലിയ ആൾക്കാർ പറയും ബബ്ബബ്ബ അടിക്കുന്നു, ബബ്ബബ്ബ. ചിരിക്ക് ബബ്ബബ്ബ എന്നുള്ള ഒരു അർത്ഥം ആദ്യമായിട്ടാണ് ഞാൻ ഇന്ത്യയിൽ കേൾക്കുന്നത്. നമ്മൾ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ആളുകൾ സന്തോഷമായിട്ടൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ എന്തോ ചെയ്യാനുണ്ട്. ദിലീപിന്റെ പുതിയ സിനിമയുടെ പേരാ ബബ്ബബ്ബ. അതിന്റെ പ്രൊമോഷൻ ആയിരിക്കും ചിലപ്പം, പറയാനൊക്കത്തില്ല. അല്ല, കോടതിയെ മാനിക്കാതിരിക്കാനാ? കുറെ ഉദാഹരണങ്ങൾ ഇപ്പം നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ. നിയമങ്ങളെടുത്ത് പന്താടുകയും കോടതിയെ വിധി മാനിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്താവും എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതിനെപ്പറ്റി നമ്മളെന്താ പറയാനാണ്? അത് ഓരോ ആൾക്കാർക്ക് ഓരോരോ എക്സ്പ്രഷനാണ്. എന്താ അവര് വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ ചിലർക്ക് സന്തോഷമായിരിക്കും, ചിലർക്ക് നിരാശയായിരിക്കും. ഞാനിത് വിധി പകർപ്പ് വായിച്ചതിന് ശേഷം ഇതിനകത്ത് എത്രമാത്രം അയാളുടെ പങ്കുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇല്ലായിരുന്നോ, എവിടെയാണ് തെളിയിക്കുക, ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് വന്നതിന് ശേഷം ഞാൻ തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും സർക്കാരിന്റെ തീരുമാനം അതാണെങ്കിൽ നമ്മളത് അനുസരിച്ച് നിൽക്കുക. അതൊരു വലിയ തീരുമാനമല്ലേ? അതെല്ലാം അവര് തീരുമാനിക്കട്ടെ. അല്ല, നമ്മൾ കണ്ടോണ്ടിരിക്കല്ലേ, അതെല്ലാം ഇനി തെളിയേണ്ട കാര്യങ്ങളല്ലേ. കുറ്റക്കാരനല്ലാതെ ഒരു നിരപരാധിയെ പോലും ശിക്ഷിക്കപ്പെടാൻ, ഒരു നിരപരാധി പോലും ഒരു ശിക്ഷയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ്. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. നിരപരാധിയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. റോഡുകളുടെ ശോചനാവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ മണ്ഡലത്തിൽ നിങ്ങളൊന്ന് വന്ന് പ്ലീസ് ഒന്ന് കാണണം. വരുന്ന എൻ്റെ മണ്ഡലമല്ല ഇത്, അതെല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും മുകേഷ് എന്ന് പറയുമ്പോൾ ഒരു ഗുമ്മല്ലേ. ഭരിക്കുന്ന ഇവിടുത്തെ മെമ്പറാണ്, അത് നോക്കണമല്ലോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എം മുകേഷിന്റെ പ്രതികരണമാണ് കണ്ടത്. ഇത്തവണ LDF-ന് അനുകൂലമായ വലിയ വിധിയെഴുത്തുണ്ടാകുമെന്നുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ വന്ന കോടതി വിധി ആയതുകൊണ്ട് തന്നെ മാനിക്കുന്നു. മറ്റൊന്നും അതിൽ പറയാനില്ല. സർക്കാർ അപ്പീൽ പോകുമെന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായും അപ്പീൽ പോകണം എന്നുള്ളത് പറയുന്നു. തന്റെ വാക്കുകളെ യാതൊരു വിധത്തിലും വളച്ചൊടിക്കാനുള്ള സാഹചര്യം ഉണ്ടാകരുത് എന്ന് അദ്ദേഹം സ്വതസിദ്ധമായ ഒരു ശൈലിയിൽ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. എന്റെ മണ്ഡലത്തിൽ വന്ന ആ റോഡുകളൊക്കെ ഒന്ന് നോക്കൂ എന്നത് വലിയ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു. ഇത്തരത്തിൽ കൗതുകമായ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവുകയാണ് ഒരു ഇലക്ഷൻ ദിവസം.